രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം നാളെ നാടിന് സമർപ്പിക്കും. കടലിന് കുറുകെയുള്ള എഞ്ചിനീയറിംഗ് വിസ്മയം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തും. രാമേശ്വരത്ത് എത്തുന്ന പ്രധാനമന്ത്രിക്ക് വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കുന്നത്. പുതിയ പാമ്പൻ പാലം വരുന്നതോടെ ട്രെയിനുകൾ രാമേശ്വരം വരെ നീട്ടും. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ പാലം കരുത്തേകും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുന്നു. അഖിൽ, ആ വിസ്മയം അത് നാളെ നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. വിവരങ്ങൾ. കൃഷ്ണരാജ, ഗുഡ് മോർണിംഗ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്, അല്ലെങ്കിൽ റെയിൽവേ പാലമാണ് നാളെ രാജ്യത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി സമർപ്പിക്കാൻ പോകുന്നത്. അത് നടക്കുന്ന രാമേശ്വരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ആ പാമ്പൻ പാലം അവിടുത്തെ ഫ്ലാഗ് ഓഫ് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാമേശ്വരം ക്ഷേത്രത്തിന്റെ തന്നെ ഒരു ഓഡിറ്റോറിയമായിട്ടുള്ള അരുൺമുഖൽ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് നാളെ പൊതുയോഗം നടക്കുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് മോദിയെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി തമിഴ്നാട് ഒരുങ്ങിയിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോട്, അതായത് SPGക്കും അതുപോലെ തന്നെ മറ്റു കേന്ദ്ര സേനാംഗങ്ങൾക്കും പുറമെ ഏകദേശം 400-ൽ പരം സംസ്ഥാന പോലീസ് അംഗങ്ങളും കര, വ്യോമയാന, നാവിക സേനാംഗങ്ങളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലേക്കാണ് അദ്ദേഹം വരിക. കാരണം അദ്ദേഹം നരേന്ദ്രമോദി ഇന്ന് ശ്രീലങ്കൻ സന്ദർശനത്തിനു ശേഷമാണ് അവിടെ നിന്ന് തിരിച്ച് ഈ രാമേശ്വരത്തേക്ക് എത്തുന്നത്. രാമേശ്വരത്ത് എത്തുന്ന അദ്ദേഹം ആദ്യം പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ഹെലിപ്പാഡിലേക്ക്, അതായത് ഇവിടെ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് ഹെലിപ്പാഡിലേക്ക് ഇറങ്ങും. അവിടെ നിന്നും റോഡ് മാർഗം ഏകദേശം 5 കിലോമീറ്ററോളമുണ്ട്. ആ ഹെലിപ്പാഡിൽ നിന്നും രാമേശ്വരത്തേക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ ഏകദേശം 5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ 5 കിലോമീറ്റർ ദൂരത്തോളം അദ്ദേഹം റോഡ് ഷോയായി തന്നെ എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ആ റോട്ടിൽ മോദിയെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങളാണ്. വലിയ അലങ്കാരങ്ങളോടുകൂടിയാണ് മോദിയെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി BJP തമിഴ്നാട് ഘടകം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. കൊടിതോരണങ്ങളും ഫ്ലക്സുകളും ഒക്കെയായി മോദിയെ ഈ രാമേശ്വരത്തേക്ക് സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനമായ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടാണ് അദ്ദേഹം രാമേശ്വരത്തേക്ക് എത്തുന്നത്. രാമേശ്വരം കടലിലേക്ക് എത്തി അദ്ദേഹം അവിടെ കുളിച്ച് സ്നാനം ചെയ്ത് രുദ്രാക്ഷം കയ്യിലണിഞ്ഞ് അവിടെ നിന്നും ഈ രാമേശ്വരത്തപ്പന്റെ നടയിലേക്ക് എത്തുന്നു. അവിടെ ഓരോ പുണ്യ നദികളിലെയും കിണറുകളിലെയും തീർത്ഥം അദ്ദേഹം സ്നാനം ചെയ്ത് അവിടെ നിന്നും ദർശനം നടത്തിയതിനു ശേഷമാണ് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി അദ്ദേഹം മാറുന്നത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം എത്തുമ്പോഴും രാജ്യത്തെ ഏറ്റവും പ്രധാനമായ ഒരു പാലത്തിന്റെ ഉദ്ഘാടനമായി മാറുന്നു. 1914-ലാണ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ രാമേശ്വരത്ത് ഈ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർമ്മിക്കപ്പെടുന്നത്. അതായത് കടൽ മാർഗത്തിൽ കുറുകെ രാമേശ്വരത്ത് നിന്നും ആരംഭിക്കുന്ന റെയിൽവേ പാലത്തിന് തുടക്കം കുറിക്കുന്നത്. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച 1914-ൽ ആരംഭിച്ച ആ പാലം പിന്നീട് 2002 ആ പാലം അത് അപകടാവസ്ഥയിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം അത് അപകടാവസ്ഥയിലേക്ക് പോകുന്നു. ആ അപകടാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം 2002 തന്നെ അവിടുത്തെ ഗതാഗതം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടാൻ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുക്കുന്നു. അതിനു പിന്നാലെയാണ് രാമേശ്വരവും ധനുഷ്കോടിയും എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ആത്മാരാധനയുടെ ഒരു കേന്ദ്രം കൂടി ആയതിനാൽ അവിടേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായി അവിടേക്ക് തീർത്ഥാടനത്തിലേക്ക് എത്തണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നു. അതിന്റെ ഭാഗമായി 2019 നവംബർ മാസത്തിലാണ് നരേന്ദ്രമോദി തന്നെ, അതായത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് ഈ പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തുന്നത്. 523 കോടി രൂപ ഉപയോഗിച്ചാണ് ഈ പാലത്തിന്റെ നിർമ്മാണ ചെലവ് റെയിൽവേയുടെ തന്നെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള റെയിൽവേ നിഗം ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. 2019 തറക്കല്ലിട്ടത് 2025 ഏപ്രിൽ ആകുമ്പോഴേക്കും തന്നെ അതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്കും വീണ്ടും നരേന്ദ്രമോദി എത്തുന്നു. അതായത് റെയിൽവേ വികസനം രാജ്യത്തെ ഏറ്റവും സുഗമമായി അല്ലെങ്കിൽ ഏറ്റവും വേഗതയിൽ നടക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. 2.5 കിലോമീറ്റർ ദൂരത്തിൽ ഏകദേശം 100ഓളം വരുന്ന പില്ലറുകളാണ് ഈ റെയിൽവേ പാതത്തിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വലിയ ക്രമീകരണങ്ങളോടുകൂടിയാണ് നാളെ രാജ്യത്തെ
ആദ്യത്തെ ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാതത്തിന്റെ ഉദ്ഘാടന കർമ്മം മോദി നിർവഹിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ അതിന്റെ ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ പറ്റുകയാണെങ്കിൽ ഭാവിയിൽ വിദൂരതയിൽ റെയിൽവേ പാലമൊക്കെ തന്നെ വൈദ്യുതീകരണപ്പെട്ടാൽ ആ വൈദ്യുതീകരണപ്പെടുമ്പോഴുള്ള സജ്ജീകരണങ്ങൾ കൂടി മനസ്സിലാക്കിയാണ് ആ പാലത്തിന്റെ നിർമ്മാണം എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ വെർട്ടിക്കൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ മറ്റൊരു അടയാളമായി മാറുന്നു പുതിയ പാമ്പൻ പാലം, അല്ലേ? അതാണ് കൃഷ്ണരാജ ഞാൻ സൂചിപ്പിച്ചത്. ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ അതിനു മുമ്പ് കൃഷ്ണ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. തമിഴ്നാട്ടിലെ പോലീസ് സേനാംഗങ്ങളുടെ തമിഴ്നാട്ടിലെ സംസ്ഥാന പോലീസ് സേനാംഗങ്ങളുടെ വലിയൊരു നീണ്ട നിര തന്നെ വരുന്നുണ്ട്. നാളെ എത്തുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിലേക്ക് വേണ്ടി ഏകദേശം വനിതാ പോലീസുമാരടക്കമുള്ള ഏകദേശം 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ്. അതായത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന സ്ഥലം മുതൽ ഈ രാമേശ്വരം ക്ഷേത്രവും പരിസരവും ഈ ഗ്രൗണ്ടും എല്ലാമായി ഏകദേശം 400ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഏകദേശം ലക്ഷക്കണക്കിനുള്ള പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ കൃഷ്ണരാജ് ചോദിച്ചതിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പാലം പൊക്കാനും താക്കാനും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇലക്ട്രിക്കലാണ്, ആ പാലം പൊക്കാനും താക്കാനും സാധിക്കും. അതായത് രാമേശ്വരം എന്ന് പറയുന്നത് കടൽ മാർഗമാണ്, നിരവധിയായ മത്സ്യബന്ധന തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ കടൽ മാർഗമായ വ്യാപാര സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുക എന്നുള്ളത് ഒരു വാണിജ്യ മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വാണിജ്യ മേഖലയിലേക്ക് ഒരു റെയിൽവേ പാലം നിർമ്മിക്കുമ്പോൾ അതിന്റെ കൃത്യത മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആ പാലം ഇലക്ട്രിക്കലായി അത് ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 3 അടിയോളമാണ് ആ പാലം ഉയർത്താൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പഴയ പാലത്തിനാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഇല്ലായിരുന്നു. ഈ പാലം ഉയർത്താൻ സാധിക്കുക 3 മിനിറ്റ് കൊണ്ട് ആ പാലം ഉയർത്താനും 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ പാലം താഴ്ത്താനും സാധിക്കുന്ന തരത്തിലാണ് ആ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. 22 മീറ്ററോളമാണ് സമുദ്രനിരപ്പിൽ നിന്നും ആ പാലത്തെ ഉയർത്തി നിർത്താൻ സാധിക്കുന്നത്. അതായത് 22 അടിയോളം സമുദ്രനിരപ്പിൽ നിന്നും ആ പാലത്തെ ഉയർത്തി നിർത്താൻ സാധിക്കും. നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1914 ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ പാലം നിർമ്മിക്കുമ്പോൾ ഏകദേശം 1.5 മീറ്റർ മാത്രമായിരുന്നു ആ പാലം ഉയർത്താൻ സാധിച്ചത്. അവിടെ നിന്നും ഇരട്ടിയുടെ ഇരട്ടി, ഏകദേശം ഒരു 20 ഇരട്ടിയോളം ഉയർത്തിയാണ് ആ പാലം പുതിയതായി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിച്ചത്. അത് മാത്രമല്ല, മണിക്കൂറിൽ 75 കിലോമീറ്ററോളം വേഗതയിൽ ആ ട്രെയിനുകൾക്ക് ആ പാലത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. കഴിഞ്ഞ പാലത്തിലൂടെ, പഴയ പാലത്തിലൂടെ ആണെങ്കിൽ 10 കിലോമീറ്റർ മാത്രമായിരുന്നു വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളതും ഈ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലത്തിന്റെ ഒരു സവിശേഷതയായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. എന്തായാലും രാമേശ്വരം നാളെ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വലയത്തിനുള്ളിലാണ്. അതുപോലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മോദി വീണ്ടും രാജ്യത്തിന് പ്രധാനമായ ഒരു നാഴികക്കല്ലിന്റെ ഭാഗമായി തീരാൻ അത് രാമേശ്വരത്തേക്ക് എത്തുന്നു. രാമസേതു നിർമ്മിച്ച രാമനാഥപുരത്തേക്ക്, ആ രാമനാഥപുരത്തിന്റെ അരികിലേക്ക്, രാമേശ്വരത്തേക്ക് രാജ്യത്തിന്റെ പ്രധാന സേവകൻ രാമന്റെ പ്രതിഷ്ഠ നടത്തിയ ആ നരേന്ദ്രമോദി വീണ്ടും രാമേശ്വരത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിലേറ്റവും രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം നാളെ നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തും. അതായത് ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. മാത്രമല്ല ദീർഘവീക്ഷണമുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രാമേശ്വരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠത്തിൽ.